നമ്മൾ നോമ്പ് നോറ്റു നീയത്ത് വെച്ചു, ഉള്ളിലേക്ക് മറ്റ് തടിയുള്ള വസ്തുക്കളൊന്നും ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അതൊരു കല്ലായാലും മതി, ഭക്ഷണമാവണമെന്നില്ല, ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല. പ്രയാസമുള്ളവരുണ്ടാവും, ഇൻഹിലർ ശ്വാസം മുട്ടുള്ളവർ, അവരുണ്ടാവും ഇങ്ങനെ അല്ലേ, ആ അടിക്കുന്ന സാധനം ഉണ്ടാവും. ചിലത് വരും ഗ്യാസ് മാത്രമുള്ളതുണ്ടാവും, ഇങ്ങനെ വലിക്കുന്ന ഗ്യാസ് മാത്രമാണ്. ഗ്യാസ് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്ത് ഗ്യാസ്? അതിൽ ഗുളികെട്ട ഗ്യാസ് അല്ല പറഞ്ഞത്, വെറും ഹവ മാത്രമാണെങ്കിൽ, ഹവ ഇപ്പം നമ്മളെല്ലാം വലിച്ചു കയറ്റുന്നില്ലേ, അതിന് വിരോധമൊന്നുമില്ല. അതേസമയം ചെറിയ ഗുളിക ഉണ്ടാവും, എന്നിട്ട് എങ്ങനെ അടിച്ചാൽ അതൊന്നായിട്ടൊരു ഗ്യാസായിട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആ ഉറ പിന്നെ ബാക്കിയാവും അതിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തരികളൊക്കെ എന്താകുന്നുണ്ട്, പൊടിഞ്ഞിട്ടാണെങ്കിലും ചെറിയ രൂപത്തിൽ ഉള്ളോട്ട് പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നോമ്പ് മുറിയും. അതില്ലാതെ തടിയില്ലാത്ത ഗുളികൊന്നും വെക്കാതെയുള്ള കേവല വായു മാത്രം അടിച്ച് വികസിപ്പിക്കുന്നതുണ്ടാവും ഈ ശ്വസനനാളം, അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരാൾക്കിത് ചെയ്തേ തീരൂ ഈ ഗുളികയുള്ളത് എങ്കിലോ ചെയ്യന്നെ, പിന്നെ കഥാ വിട്ടാൻ പറ്റുമെങ്കിൽ പറ്റുക, അല്ല പറ്റൂലെങ്കിലോ ഓനൊരു മുദ്ദ കൊടുത്താൽ മതി. അപ്പം ഈ രൂപത്തിൽ നോമ്പ് മുറയുന്ന കാര്യങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യും. ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് മസിലിലേക്കൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വിരോധമൊന്നുമില്ല, ഉള്ളിലേക്കല്ല എത്തുന്നത്. മാംസത്തിൻ്റെ ഉള്ളിലേക്ക് മസിലിലേക്കൊക്കെ ചന്തിക്കെട്ടിന് വെക്കും, ഇവിടെ വെക്കും, അതിനൊന്നും വിരോധമില്ല. അതേ സമയത്ത് ഞരമ്പിലേക്ക് ചിലതൊക്കെ കയറ്റാറുണ്ട്. അത് ഇമാമുമാർ, പണ്ഡിതന്മാർ അതിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുറിയുമെന്നുള്ളതാണ്, ഞരമ്പിലേക്കാവുമ്പോൾ മുറിയുമെന്നുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ രാത്രി ചെയ്യാമെന്നല്ലേ, പകലായിട്ട് അല്ല. പകലൊരാൾക്ക് ചെയ്യൽ അനിവാര്യമായി വന്നു, നിർബന്ധമായി വന്നു, എന്നാൽ ചെയ്യന്നെ, പിന്നീട് കഥ വിട്ടിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മുറിയില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്, ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും സൂക്ഷ്മത രാത്രിയിലേക്ക് ബന്ധിപ്പിക്കാൻ നല്ലത്. അത് പകൽ ചെയ്യണമെങ്കിൽ ഞരമ്പിലേക്കുള്ള ചെയ്തിട്ട് പിന്നീട് കഥ വീട്ടുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ടാവും, അവരൊക്കെ ശ്രദ്ധിക്കണം. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ഈ നോമ്പ് നോറ്റുകൊണ്ട് മരണം അല്ലെങ്കിൽ അതുപോലുള്ള വലിയ അവയവങ്ങൾ എന്നെ തകരാറായി പോകുന്നു, അവരൊന്നും നോൽക്കാൻ പാടില്ല എന്ന്. എത്രത്തോളം ഒരാളുടെ വെള്ളത്തിൽ ഇങ്ങനെ വീണിട്ട് മുങ്ങിത്താണ്, നോമ്പുകാരെങ്ങനെ പോവുകയാണ്, ഓൻ വെള്ളത്തിൽ ചാടി ഇവനെ രക്ഷപ്പെടുത്തണം. ഞാൻ നോമ്പുകാരനാണ്, മരുവിൻ്റെ ആശം ബന്ധിക്കാൻ പറ്റും, ഇയാൾ മരിച്ചു പോകില്ലേ, നോമ്പ് കുറിക്ക എന്നല്ല, അവൻ ചാടിയിട്ട് ആ ജീവിയെ രക്ഷപ്പെടുത്തിക്കൊള്ളാം, മനുഷ്യനെ രക്ഷപ്പെടുത്തിക്കൊള്ളണം എന്നാ. അപ്പം ഇങ്ങനെ അള്ളാഹു ഒരാളെയും അവൻ്റെ സൃഷ്ടികളെ വിഷമിപ്പിക്കാനുള്ളതല്ല നോമ്പ് എന്ന് പറയും. അതേ സമയത്ത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് നോമ്പുകളൊക്കെ. സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള, നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ബോധം നമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ടെന്ന് അങ്ങനെ മാനസികമായിട്ട് ഉയരാനുള്ളതാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്.